നമ്മൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിലും വാർത്തകളിലുമൊക്കെ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്ന, എന്നാൽ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ചില വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ പൂനെയിൽ നടന്ന ഒരു വലിയ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ യുവതലമുറ, അതായത് വരും തലമുറ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അടിയന്തരമായി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇതെന്താ സാധാരണ നടക്കാറുള്ളത് പോലെയുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സമരമാണോ എന്ന്. എന്നാൽ അല്ല, ഇതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. നമ്മുടെ രാജ്യത്ത് കാലാകാലങ്ങളായി ചില ഭരണാധികാരികൾ വിറ്റ് ജീവിക്കുന്ന ഒരു രാഷ്ട്രീയം, ഹിന്ദു മുസ്ലിം രാഷ്ട്രീയം. ആ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെയാണ് ആ യുവത്വം അവിടെ ശബ്ദമുയർത്തിയത്. ഹിന്ദു മുസ്ലിം കി രാജനീതി നഹി ചലേഗി എന്ന് അവരവിടെ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ഡൽഹിയിലെ അധികാര കസേരകളിൽ ഇരിക്കുന്നവരുടെ ഉള്ളിൽ ശരിക്കും ഒരു ഭയം അലയടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ഈ യുവതലമുറ ഇങ്ങനെ തെരുവിൽ ഇറങ്ങുന്നത്? കാരണം അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള വിവരമുണ്ട്. സംഘപരിവാറിനും RSSനും ഒക്കെ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് എന്തിനെയാണ്? വിവരമുള്ള, നല്ല വിദ്യാഭ്യാസമൊക്കെയുള്ള ഒരു സമൂഹം ഒരിക്കലും അവരുടെ ഈ വെറുപ്പിൻ്റെയും വിഭജനത്തിൻ്റെയും രാഷ്ട്രീയത്തിന് കൂട്ടുനിൽക്കില്ല എന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു യുവതലമുറ വളർന്നു വന്നാൽ തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമെന്ന് അവർ ഭയക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ CBSE പരീക്ഷകളും നീറ്റ് പരീക്ഷകളുമൊക്കെ ഇങ്ങനെ നിരന്തരം അട്ടിമറിക്കപ്പെടുന്നത്. എൻട്രൻസ് പരീക്ഷകളിൽ ഇത്രയും വലിയ തട്ടിപ്പുകൾ നടന്നിട്ടും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ചോദ്യചിഹ്നമായിട്ടും ഇവിടുത്തെ ഭരണകൂടത്തിന് ഒരു കുലുക്കവുമില്ല. വളർന്നു വരുന്ന ഈ തലമുറയെ വിവരമില്ലാത്തവരാക്കി മാറ്റുക, ചോദ്യങ്ങൾ ചോദിക്കാത്ത കഴുതകളാക്കി മാറ്റുക എന്നത് ഇവരുടെ ഒരു ഹിഡൻ അജണ്ടയാണ്. കാരണം ചോദ്യങ്ങൾ ചോദിക്കാത്ത ഒരു ജനതയുണ്ടെങ്കിലേ ഇവർക്ക് സുഖമായി ഭരിക്കാൻ പറ്റൂ. കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലെ ജന്തർ മന്ദറിലും ഇതേ നീറ്റ് പരീക്ഷാ തട്ടിപ്പിനെതിരെ വലിയ പ്രതിഷേധം നടന്നിരുന്നു. അപ്പോൾ ഈ സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളും അവരുടെ IT സെല്ലും എന്താണ് പ്രചരിപ്പിച്ചത്? അവിടെ ആളില്ല, സമരം പൊളിഞ്ഞ് പാളിസായി, ആരും വരാനില്ല എന്നൊക്കെയായിരുന്നു കള്ളപ്രചാരണം. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? നമ്മുടെ കേരളത്തിലെ ചില മരം ചുറ്റി ഗോദി മാധ്യമങ്ങൾ വരെ അവിടെ ചെന്ന് ജനങ്ങളെ പറ്റിക്കാൻ നോക്കി. പ്രതിഷേധക്കാർ വരുന്ന വഴികളൊക്കെ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് കിലോമീറ്ററുകളോളം ദൂരേക്ക് അടച്ചുപൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആളുകൾക്ക് അങ്ങോട്ട് എത്താൻ പറ്റാതിരുന്ന ആ വിജനമായ ഒരു വഴിയുടെ ഓരത്ത് ചെന്ന് നിന്നിട്ട് ഈ മാധ്യമങ്ങൾ പറയുകയാണ്, കണ്ടോ ഇവിടെ ആരുമില്ല, സമരം പരാജയമാണ്, വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന്. എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കേ. ജനങ്ങളെ ഇങ്ങനെ പച്ചയ്ക്ക് പറ്റിക്കാൻ ഇവർക്ക് എങ്ങനെ ധൈര്യം വരുന്നു? എന്നാൽ പൂനെയിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഒത്തുകൂടിയപ്പോൾ ഈ മാധ്യമങ്ങളുടെ കള്ളത്തരം വീണ്ടും പൊളിഞ്ഞു വീഴുകയാണ് ചെയ്തത്. സത്യത്തിൽ ഈ രാജ്യത്തിന് ഇപ്പോൾ എന്താണ് ആവശ്യം? കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ തമ്മിലടുപ്പിക്കുന്ന ഒരു ഭരണകൂടമാണോ നമുക്ക് വേണ്ടത്? അല്ല. രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയേണ്ടത് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ്, ആരോഗ്യ മേഖലയെക്കുറിച്ചാണ്, ഇവിടുത്തെ സാമ്പത്തിക തകർച്ചയെക്കുറിച്ചാണ്. നാളത്തെ ലോകം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ലോകത്തെമ്പാടുമുള്ള വികസനങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് സംസാരിക്കുന്നത്? അദ്ദേഹം സംസാരിക്കുന്നത് ജൽമുരിയെക്കുറിച്ചും മാമ്പഴത്തിൻ്റെ പലതരത്തിലുള്ള വെറൈറ്റികളെ കുറിച്ചുമൊക്കെയാണ്. അതിനപ്പുറം രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധികളെക്കുറിച്ച് ചോദിച്ചാൽ ഇവർക്ക് പറയാനൊന്നുമില്ല. ടെലിപ്രോംപ്റ്ററിൽ എഴുതി കാണിക്കുന്നത് നോക്കി വായിക്കുക എന്നതിനപ്പുറം നമ്മുടെ പ്രധാനമന്ത്രിക്ക് സ്വന്തമായി എന്ത് നിലപാടാണ് ഉള്ളത്? അമിത്ഷായ്ക്കോ മറ്റ് കേന്ദ്ര നേതാക്കൾക്കോ രാജ്യത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. അവർക്ക് സംസാരിക്കാൻ അറിയാവുന്നത്
മന്ദിരത്തെക്കുറിച്ചും മസ്ജിദിനെക്കുറിച്ചും ശിവലിംഗത്തെക്കുറിച്ചും പിന്നെ ബീഫിനെ കുറിച്ചും ഒക്കെയാണ്. ഈ ഗോമാതാവിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ. ഇവരുടെ കാപട്യം മനസ്സിലാക്കാൻ അത് മാത്രം മതി. സാധാരണക്കാരായ ഒരു മനുഷ്യൻ പശുവിനെ കൊണ്ടുപോയാൽ തല്ലിക്കൊല്ലാൻ മടിക്കാത്ത ഇവർ വൻകിട കോർപ്പറേറ്റ് അറവുശാലകൾക്ക് ഇതേ പശുക്കളെ കശാപ്പ് ചെയ്യാൻ കോടിക്കണക്കിന് രൂപയുടെ അനുമതിയാണ് കൊടുക്കുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന ഇലക്ട്രൽ ബോണ്ടും പണവും വാങ്ങി തിന്നാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. കോർപ്പറേറ്റുകൾ അറുത്താൽ ഗോമാതാവിന് പ്രശ്നമില്ല. സാധാരണക്കാരൻ ചെയ്താൽ അത് വലിയ കുറ്റമാകുന്ന വിചിത്രമായ രാഷ്ട്രീയമാണ് ഇത്. മറുഭാഗത്ത് രാജ്യത്തെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ്? പണപ്പെരുപ്പം കാരണം സാധാരണ കുടുംബങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. രൂപയുടെ മൂല്യം ദിവസം ചെല്ലുന്തോറും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ധന വിലയും സാധാരണ സാധനങ്ങളുടെ വിലയും ഒക്കെ റോക്കറ്റ് പോലെയാണ് കുതിച്ചുയരുന്നത്. ഇതിനൊക്കെ പുറമെ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മൾ വലിയ വിദേശ നയത്തെക്കുറിച്ചൊക്കെ ഇവിടെ വീരവാദം പറയുമെങ്കിലും അമേരിക്ക പറയുന്നത് അതേപടി അനുസരിക്കുന്ന ഒരു അടിമക്കണ്ണായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യം. നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അമേരിക്ക ആദ്യം പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന്. ഇന്ത്യ അത് അനുസരിച്ചു. രണ്ടാമത് അവർ പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കോ എന്ന്. ഇന്ത്യ വീണ്ടും അത് കേട്ട് എണ്ണ വാങ്ങാൻ തുടങ്ങി. എന്നാൽ നമ്മൾ വാങ്ങാൻ തുടങ്ങിയപ്പോൾ അമേരിക്ക അതിന്മേലുള്ള താരിഫ് കുത്തനെ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ജയശങ്കർ വന്നിരുന്ന് പറയുകയാണ് അമേരിക്ക കാണിക്കുന്നത് ക്രൂരതയാണെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്ത്യയുടെ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് അമേരിക്കയുടെ വെറും കാവലാളാകാനാണോ നമ്മൾ ഭരണാധികാരികളെ തെരഞ്ഞെടുത്തത്? ട്രംപോ അമേരിക്കയോ പറയുന്നത് അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണോ നമ്മുടേത്? ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനാണ് ഇവർ വീണ്ടും ഹിന്ദു മുസ്ലിം കാർഡ് ഇറക്കുന്നത്. എന്നാൽ ജനാധിപത്യത്തെ ഇവർ എങ്ങനെയാണ് അട്ടിമറിക്കുന്നത് എന്നതിന് തൊട്ടടുത്ത ദിവസം ബംഗാളിൽ നിന്ന് വരുന്ന ഒരു വാർത്ത മാത്രം മതി. കൊൽക്കത്തയിൽ കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്ട്രോങ് റൂം കെട്ടിടത്തിന് തീപിടിച്ച് 4000-ലധികം EVM മെഷീനുകൾ കത്തി നശിച്ചത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പോലും ഇത്രയും മെഷീനുകൾ മതി. ഇത് വെറുതെ ഒരു തീപിടുത്തമാണോ അതോ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി നടത്തിയാണ് തങ്ങൾ ജയിച്ചതെന്ന് നാളെ പിടിക്കപ്പെടാതിരിക്കാൻ ബോധപൂർവം തെളിവ് നശിപ്പിക്കാൻ തീയിട്ടതാണോ? ഇതിലും വലിയ എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത്? ബംഗാളിലെ മറ്റൊരു ബൂത്തിൽ നടന്ന കാര്യം കൂടി ഞാൻ പറയാം. 90% മുസ്ലിം വോട്ടർമാരുള്ള ഒരു പ്രത്യേക ബൂത്തിൽ വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ ഫലം വന്നത് എങ്ങനെയാണ്? 97% വോട്ടും പോയത് BJPക്കാണ്. തൃണമൂലിന് വെറും 5 വോട്ടും CPMന് 1 വോട്ടും. അവിടുത്തെ വോട്ടർമാർ തന്നെ ഇപ്പോൾ പരസ്യമായി തെരുവിൽ വന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ ആരും BJPക്ക് വോട്ട് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞങ്ങളുടെ വോട്ട് എവിടെ പോയി എന്ന്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ജനാധിപത്യത്തെയും ഭരണഘടനയെയും പച്ചയ്ക്ക് അട്ടിമറിച്ചുകൊണ്ടാണ് ഇവർ ഡൽഹിയിൽ അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത്. നമ്മൾ പറയാറില്ലേ കണ്ടറിയാത്തവൻ കൊണ്ടറിയുമെന്ന്. നമ്മുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശും ശ്രീലങ്കയും ഒക്കെ ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഭരണകൂടങ്ങൾ എങ്ങനെയാണ് തകർന്നടിഞ്ഞതെന്ന് നമ്മൾ കണ്ടതാണ്. ജനങ്ങളെ എന്നും പൊട്ടന്മാരാക്കാൻ ആർക്കും കഴിയില്ല. മതത്തിന്റെ പേരിൽ മനുഷ്യരെ 2 ചേരിയിലാക്കി ഭൂരിപക്ഷ വോട്ട് ബാങ്ക് ഉണ്ടാക്കി എക്കാലവും അധികാരത്തിലിരിക്കാമെന്ന് ആരും മോഹിക്കണ്ട. പൂനെയിലെ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ തുടങ്ങിയ ഈ പ്രതിഷേധം ഒരു തുടക്കം മാത്രമാണ് മിസ്റ്റർ മോദി. ഈ രാജ്യം ഉണർന്നു കഴിഞ്ഞു. ഇനി ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം ഇവിടെ ചെലവാകില്ല. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? EVM മെഷീനുകൾ കത്തി എരിഞ്ഞതിനെ കുറിച്ചും വിദ്യാർത്ഥികളുടെ ഈ പ്രൊട്ടസ്റ്റിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.